ഈ സർക്കാർ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. UDFന്റെ നേതാക്കന്മാർക്ക് ഏറ്റവും വലിയ കുരുപൊട്ടിയിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണല്ലോ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മഴവില്ല് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് എന്ന് പറയുന്ന ഒരാൾ ഒരു പരാമർശമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് DYFI കൊടുക്കുന്ന എല്ലാ പൊതിച്ചോറുകൾക്കും ഒപ്പം അവരുടെ കൊടിയും പിടിച്ചുകൊണ്ടാണ് അവർ പൊതിച്ചോറ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ പൊതിച്ചോറിലും DYFI എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അരിമണിയിലുമൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് ഈ കൊങ്ങിക്കുട്ടൻ പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഓരോ അരിമണിയിലും DYFI അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന കറികളിലും ഈ DYFI എന്ന് വറുത്ത് പുഴുങ്ങി ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകാൻ വന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം പറ്റിയത്, ആ മെഴുകാൻ വന്നത് സ്മൃതി പരുത്തിക്കുരുവിൻ്റെ മുന്നിലല്ല, മാത്തു സജി എന്ന് പറയുന്ന ജേർണലിസ്റ്റിന്റെ മുന്നിലാണ്. ആ മാത്തു സജി, മാധ്യമധർമ്മം എന്താണെന്ന് അറിയാവുന്ന മാത്തു സജി, ആ വസന്ത് എന്ന് പറയുന്ന ആ ഒരു കൊങ്ങിക്കുട്ടനെ വലിച്ചു കീറി. ആ ചർച്ചയിൽ അവിടെ വെച്ച് തന്നെ വലിച്ചു കീറി. അതായത് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്നൊരു ചോദ്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയതേ ഉള്ളൂ. പിന്നീട് വസന്ത് അവിടെ കിടന്ന് വസന്തമായിരുന്നു, ഇങ്ങനെ വസന്തം പൊഴിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള വീഡിയോ നിങ്ങളെന്ന് കാണിച്ചു തരാം കേട്ടോ. യൂത്ത് കോൺഗ്രസ്സുകാരനോ അവിടെ പൊതിച്ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നീലപതാകയോ അല്ലെങ്കിൽ ത്രിവർണ്ണ പതാകയോ അത് ശരിയാ. നിങ്ങൾ അവിടെ പോകുമ്പോൾ ഈ ത്രിവർണ്ണ പതാകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ UDFന്റെ കൊടിയോ ഒന്നും പിടിച്ചുകൊണ്ടല്ല പോകുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. അങ്ങനെ പൊതിച്ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളതൊന്നും പിടിച്ചുകൊണ്ട് പോകുന്നില്ലെന്നാണ് പറയുന്നത്. സത്യമാണ്, വളരെയധികം സത്യമാണ്, പച്ച പരമാർത്ഥമാണ്. പക്ഷേ കൊടുക്കാൻ ചോറുമില്ല നിങ്ങളുടെ കയ്യിൽ, പൊതിച്ചോറുമില്ല, തലച്ചോറുമില്ല, നിങ്ങളുടെ കയ്യിൽ കൊടിയുമില്ല, ഈ 3 കാര്യങ്ങളും ഇല്ല. എന്നിട്ടും വന്നങ്ങ് വായ്ത്താളം പിടിയില്ല, ഞങ്ങൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുവന്നില്ല എന്നുള്ളത്. അല്ലയോ മഹാനായ വസന്ത് സാറേ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ഒന്നിലും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ ഡീറ്റെയിൽസും ഒന്നും വെക്കുന്നില്ല. ഇതിനെ മാത്തശ്ശി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇവരൊന്നിലും ഇവരുടേതായിട്ടുള്ള ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സൗജന്യ യാത്ര, അതിലെന്തിനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ CP ജോൺ ഗതാഗത മന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നോ മരിച്ചുപോയി ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ ഓരോ ബസ്സുകളുടെയും മുൻപിൽ വലിച്ചു കെട്ടിയിരുന്ന റിബൺ, അതെല്ലാം നിങ്ങളുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അതും UDFന്റെ ആ ഒരു ത്രിവർണ്ണ പതാകയുടെ കളർ തന്നെയാണ്. അതിൽ കെട്ടിയിരുന്ന ബലൂൺ, അതും അതേപോലെ തന്നെ UDFന്റെ ഒരു പതാകയുടെ കളറാണ്. ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ കഴുത്തിൽ ഷോള്, ടിക്കറ്റ് കൊടുക്കുന്ന കണ്ടക്ടറിൻ്റെ കഴുത്തിൽ ഷോള്, വെള്ളം കുടിച്ചാലോ വെള്ളത്തിൽ വരെ ഈ ഒരു കളറാണെന്നുള്ള രീതിയിലുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇതും ഒരു പ്രഹസനം തന്നെ ആയിരിക്കും അല്ലേ? എന്തിനാണ് നിങ്ങൾ അവകാശപ്പെടുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര നിങ്ങൾ കൊടുത്തു, ശരി തന്നെയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പിന്നീട് പൊതുഖജനാവിൽ നിന്നൊരു ഫണ്ട് എടുത്തിട്ട് ഒരു പോസ്റ്റർ അടിക്കുമ്പോൾ ആ പോസ്റ്ററിലും എന്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ നിങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചത്? അതും ഇത്തരത്തിലൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണല്ലേ? എന്തുകൊണ്ടാണ് DYFI വെച്ചതെന്നുള്ളതിന് കൃത്യമായിട്ട് അവർക്ക് മറുപടിയുണ്ട്. പക്ഷെ നിങ്ങളുടെ അടിമകൾക്ക് ആർക്കും ഇല്ല. നിങ്ങളുടെ കൊങ്ങിക്കുട്ടനായിട്ടുള്ള അല്ലെങ്കിൽ കിങ്ങിണിക്കുട്ടനായിട്ടുള്ള നമ്മുടെ മുരളീധരൻ ഈ കഴിഞ്ഞ ദിവസം DYFI കൊണ്ട് ഒരു കാരണവശാലും അവിടെ പൊതിച്ചോറ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും അതിന് തക്കതായിട്ടുള്ള മറുപടി DYFIയുടെ ചുണക്കുട്ടന്മാർ വന്ന് പറയുകയും അല്ലെ വന്ന് കൊടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഈ കിങ്ങിണിക്കുട്ടൻ നൈസായിട്ട് അങ്ങ് ഈ പ്ലേറ്റ് മാറ്റി. അത് പൊതിച്ചോറ് വിതരണം കുഴപ്പമൊന്നുമില്ല, അത് വേണ്ട രീതിയിൽ ചെയ്തിട്ട് ആലപ്പുഴ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കും മനസ്സിലായില്ല. ഞാൻ എവിടെ ചെയ്യരുതെന്നാണ് പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായില്ല. ഞാനത് ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. മാത്തശ്ശി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടേ, അത് കണ്ടു നോക്കാം. DYFI അവിടെ കൊടുക്കുമ്പോൾ അവരുടെ ശുഭ്രപതാക അവരുടെ കയ്യിലുണ്ട്. അവരുടെ DYFI എന്ന് എഴുതിയ പൊതിച്ചോറിന് മുകളിൽ സ്നേഹപൂർവ്വം DYFI എന്ന് പറയുന്ന ടാഗ് ലൈൻ ഉണ്ട്. ശ്രമിക്കുന്നുണ്ട്. മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചിരിക്കുന്ന ചിത്രം വെച്ച് ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ട്, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ട് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നില്ലേ? നല്ല കാര്യമാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് അടക്കം പറഞ്ഞത്. ചെയ്യുന്നില്ല. അപ്പൊ ഫ്ലെക്സ് വെച്ച് അടിക്കുന്നത് വലിയ കുറ്റമാണ്, ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയേണ്ടത് എന്നൊക്കെയാണെങ്കിൽ ഇത് ബാധകമല്ലേ? ആരോഗ്യമന്ത്രിയുടെ സ്വന്തം അച്ഛന്റെ പേരിലാണ്. അങ്ങ് 30 സെക്കൻഡ് ഞാൻ അങ്ങോട്ട് ചോദിച്ചോളൂ, അതിൽ പോലും അങ്ങ് ഇടപെടുകയാണ് ചെയ്യുന്നത്. സനോജ് ഉണ്ടല്ലോ, സനോജ് DYFIയുടെ ഭാഗം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കൊടി പിടിച്ചുകൊണ്ട് എന്താടാ മോനെ വസന്ത പേടിച്ചു പോയ ഒരു പെൺകുട്ടി, ഒരു പെൺപുലി ചോദ്യം ചോദിച്ചപ്പോൾ നിന്റെ ആ ആർജവും നിന്റെ ആണത്തവും ഒക്കെ അങ്ങ് ഒഴുകിപ്പോയോ? അത് സനോജ് പറഞ്ഞോളും, നിങ്ങൾ പറയണ്ട, DYFIക്ക് വേണ്ടി സംസാരിക്കാൻ സനോജ് വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു മെഴുകലാണ്. സനോജ് എന്ത് പറഞ്ഞോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എവിടെയാണെങ്കിലും ആരുടെ മുൻപിൽ വെച്ചാണെങ്കിലും ചോദിക്കണമെന്ന് അറിയാവുന്ന ആളുകൾ അത് ചോദിക്കുക തന്നെ ചെയ്യും.
അതിൽ നീ ഇങ്ങനെ വിരളി പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ കുട്ടാ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കരുണാകരൻ്റെ ഫോട്ടോ അവിടെ വെച്ചതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഈ വസന്തത്തിന് പറയാനില്ല. വേറെ എന്തൊക്കെയോ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. DYFIയുടെ നേതാക്കന്മാർ പറയട്ടെ, അത് മാധു പറയേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. ആർക്കും എവിടെയും ചോദ്യങ്ങൾ ചോദിക്കാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് കേട്ടോ. നിങ്ങളുടെ കൊങ്ങികൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രാജ്യം അല്ലാതെ ആവുന്നില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ കിടന്നിങ്ങനെ മെഴുകി വേറെ തലങ്ങളിലൂടെ കൊണ്ടുപോരുത്തടാ മോനെ. അവിടെ കരുണാകരൻ്റെ ഫോട്ടോ, അതായത് നിൻ്റെയൊക്കെ ഇന്നത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നത്തെ ഫുഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാകരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. DYFI കുറച്ച് ഫ്ലെക്സ് വെച്ചിട്ട് എവിടെയാണ് പൊതിച്ചോറ് വിതരണം നടത്തുന്നതെന്നൊരു ഏരിയ വരുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഫ്ലെക്സ് വെക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഇതൊരു റെസിഡൻസ് ഏരിയ ഒന്നുമല്ല. ആളുകൾ കൃത്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് പോകാനായിട്ട്. അവിടെ എവിടെയാണ് ഫുഡ് കൊടുക്കുന്നതെന്ന് ഓരോ ദിവസവും വരുന്ന ഓരോ ആളുകൾക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. ഓരോ ദിവസവും പുതിയ ആളുകളാണല്ലോ ആശുപത്രി ആശ്രയിക്കുക. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ എന്തൊരു ക്രിമികടിയാണ്. ഇവന്മാർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അടിപൊളി, ഞങ്ങളുടെ ഗവൺമെൻറ് ആണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ എന്തും ചെയ്യുമെന്നൊക്കെയാണ്. ഇതേ കാര്യം തന്നെയായിരുന്നു ഇവന്മാർ മറ്റേ വയനാട് ചൂരൽമലയിലെ ദുരന്ത ബാധിതരുടെ വീടിൻ്റെ കാര്യത്തിലും ചെയ്തത്. വീട്ടിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ? അന്ന് ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ ഒരു പുലിക്കുട്ടിയുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് വെച്ച് കൊടുത്തിരിക്കുന്ന വീടുകളിൽ, അല്ലെ കോൺഗ്രസിൻ്റെ വീടുകളിലേക്ക് വെള്ളം കിനിയിൽ കാണില്ല, വിള്ളൽ കാണില്ല, വീടിന് മറ്റ് സാങ്കേതിക തകരാറുകളോ പ്രശ്നങ്ങളോ കാണില്ല. കാരണം എടുത്തു പറയാനായിട്ട് ഇവന്മാർക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ള കഴിവുമില്ല. അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതേ കാര്യം തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഇവന്മാരുടെ കയ്യിൽ ത്രിവർണ്ണ പതാകയില്ല, ഒരു പതാക എന്നല്ല, ഒരു ബാനറോ ഒരു കോപ്പും ഇല്ല, പൊതിച്ചോറും ഇല്ല, കൊലയുമില്ല. എന്നിട്ടും കിടന്നങ്ങ് മെഴുകുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ബാക്കി കേട്ട് നോക്കാം. ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിന്റെ പൊളിറ്റിക്കലൈസേഷന്റെ ആവശ്യം അതിലില്ല. നമ്മൾ സേവനം ചെയ്തു, ഇടം കൈ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ വലം കൈ അറിയാത്തതാണ് നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ അവിടെ യൂത്ത് കോൺഗ്രസും KSUവും ഈ പറയുന്ന സേവാഭാരതിയെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ എന്തുണ്ടായത്? സേവാഭാരതി ആ സ്ഥലം കയ്യേറി. അവരോട് മാറിക്കൊടുക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന അവിടുത്തെ വികസന സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് അടുത്ത ദിവസങ്ങളിൽ വെളിയിൽ വരും. അപ്പൊ കണ്ടോണം, അവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി LDF ഗവൺമെന്റ് ആണ് അവിടുത്തെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വെക്കുന്നത്. നല്ല കാര്യമാണെന്നേ, എനിക്കത് പറയുന്നതിനകത്ത് മടിയൊന്നുമില്ല. പക്ഷെ ഒരു വർഷക്കാലമായി LDF ഗവൺമെന്റിന് ആ ആശയം അവിടെ നടപ്പിലാക്കാൻ പറ്റാതെ പോയത് അവിടെ സേവാഭാരതിയുടെ ഈ പറയുന്ന ഭക്ഷണ കൗണ്ടർ ഉള്ളത് കൊണ്ടാണ്. ആ ഭക്ഷണ കൗണ്ടർ അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം എന്ന് ആശുപത്രി വികസന സമിതിയും അവിടുത്തെ അധികൃതരും ആവശ്യപ്പെട്ടു. അവർ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് DYFIയുടെ 4-4.5 ലക്ഷം രൂപ വരുന്ന ഒരു കെട്ടിടമുണ്ട്, അതും പൊളിക്കണം, അവിടെ മറ്റൊരു പദ്ധതി വരണം എന്നുള്ള ആവശ്യം മുമ്പോട്ട് വെച്ചു. നല്ല മെഴുകലാണ് കേട്ടോ. ആ കരുണാകരൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ മറുപടി ഒന്നുമില്ലാതെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ DYFIയിലെ ചുണക്കൊട്ടന്മാർ ചെയ്യുന്ന ഈ ഒരു പദ്ധതി നിർത്തലാക്കാൻ നിനക്കൊക്കെ കഴിയുമെങ്കിൽ ഒന്ന് നിർത്തി കാണിക്കണം മക്കളെ എന്ന് ഞങ്ങൾ എടുത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എടുത്ത് പറയുകയാണ്. കാരണം അതിനൊന്നുള്ള ഗട്ട്സ് നിനക്കൊന്നും ഇല്ലെന്നേ. ചെയ്യാനുള്ള ഗട്ട്സും ഇല്ല, പറയാനുള്ള ഗട്ട്സും ഇല്ല, അല്ലെങ്കിൽ അവർ കാര്യങ്ങളെപ്പറ്റി തീരുമാനിക്കാനുള്ള കഴിവുമൊന്നുമില്ല. പിന്നെ എന്താണുള്ള കഴിവ്? ഇങ്ങനെ വായ്ത്താളം പറഞ്ഞ് കുറേ കള്ളത്തരങ്ങൾ, നുണപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ അങ്ങ് വിശ്വസിപ്പിക്കുക. അതാണ് ഇവരുടെ കഴിവ്. എന്താണ് വിശ്വസിപ്പിക്കുന്നത്? കള്ളത്തരങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞ് അതൊരു സത്യമാണെന്ന് പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അത് പക്ഷേ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഈ പ്രബുദ്ധ കേരളത്തിലെ മണ്ടന്മാർ ഇതെല്ലാം വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെ DYFI ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകളാണ് ചെയ്യുന്നത്. സ്ഥലം കയ്യേറാൻ വന്നിട്ടുള്ള ഈ ജന്മിമാരുടെ സ്വഭാവമുള്ളവരാണെന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഈ സ്ഥലം കയ്യേറിയിട്ട് DYFIക്ക് എന്ത് കിട്ടാനാണെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. DYFI അവിടെ ഒരു നേരത്തെ ഒരു ആഹാരം പോയി കാശ് കൊടുത്ത് വാങ്ങി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൂട്ടത്തിൽ ഒരാൾ മരിച്ചാലും നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പദ്ധതിയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നൊരു പദ്ധതി. എത്രയോ ആളുകൾക്കാണ് അത് തുണയാവുന്നത്. ആരെന്നറിയാത്ത, ആർക്കെന്നറിയാത്ത, എന്തിനെന്നറിയാത്ത, എന്തിനു വേണ്ടി ആശുപത്രിയിൽ വന്ന് നിൽക്കുന്നുവെന്ന് പോലും അറിയാതെ അവർക്ക് വേണ്ടി സ്നേഹം പൊതിഞ്ഞ് കൊടുത്തു വിടുകയാണ് ഓരോ വീട്ടമ്മമാരും. അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അതിനെ അവഗണിച്ചുകൊണ്ട് വന്നിച്ചില്ലേലും നിന്ദിക്കരുതെന്ന് പറയുന്നൊരു പഴമക്കാർ പറയുന്നൊരു സാധനമുണ്ട്. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പം മുരളീധരനും മുരളീധരൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുമൊക്കെ ഇന്ന് വന്നിട്ട് ന്യായീകരിക്കുമ്പോൾ എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരെന്താണ് പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭാവന ചെയ്യാൻ പോകുന്നത്? ഈ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം, അല്ല അഴിമതി വിരുദ്ധ കേരളം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റിയൊന്നും ഇവർക്കൊന്നും അറിയില്ലെന്നേ. ഇവർ ശരിക്കും അഴിമതി ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ ചോറിൽ മണ്ണ് വാരിയിടാൻ വേണ്ടിയിട്ടും കൂടി അധികാരത്തിൽ വന്ന ആളുകൾ. ഇതൊക്കെ ഒരു
എവിടുത്തെ ഭരണപക്ഷമാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് പോലെ നമ്മൾ എടുത്ത് പറയേണ്ടി വരും. നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും. പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറച്ച് ഓർമ്മ വെച്ച് കൊടുക്കണേ. ചെയ്യാൻ കഴിവില്ലാതെ പിന്നെ വന്ന് കിടന്ന് മെഴുകാൻ നിൽക്കരുത്. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഫുഡ് വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫുഡ് വിതരണം ചെയ്യുന്നൊരു കാര്യത്തിൽ ഈ കമ്മ്യൂണിറ്റി കിച്ചണെ പറ്റി ഞങ്ങൾക്കൊരു ധാരണ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് വെറും വാക്ക് പറഞ്ഞാൽ പോരല്ല, നമ്മൾ ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യവുമായിട്ട് ഇന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല ഇന്നലത്തെ പ്രസ്താവന. ഇന്നലെ പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഫുഡ് കൊടുത്താൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യമായിരുന്നു. നല്ല UDF സർക്കാർ പിടിച്ച് വിഴുങ്ങുമെന്നായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നതിൽ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് കേട്ടോ, ഞാനത് കേൾപ്പിച്ചു തരാം നിങ്ങളെ ഒന്ന്. ഇവിടെ ഞാൻ പറയുന്നത് ആലപ്പുഴയിൽ ഇങ്ങനെ സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട തുടക്കം മുതൽ മിനിസ്റ്റർ പറഞ്ഞത് ആലപ്പുഴ അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ കാര്യം മാത്രമാണ്. അതാണ് പറഞ്ഞത്. അതല്ലാതെ ബാക്കി ഒരിടത്തും ഇപ്പൊ അതിനെ കുറിച്ചൊരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. കാരണം വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ അത് ആലപ്പുഴയിൽ ഞങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അവിടെ കയ്യേറ്റാണ് നടക്കുന്നത്. അതാര് നടത്തിയാലും അല്ല മുരളീധര, അതാരാണ് ഉണ്ടാക്കേണ്ടത്? പിണറായി വിജയൻ തന്നെയാണോ? കഴിഞ്ഞ ദിവസം ഇവിടെ പവർ കട്ട് ഉണ്ടായത് പിണറായി വിജയൻ കാരണമാണ് നിങ്ങൾ പറയുന്നൊരു പ്രസ്താവനയാണ് കണ്ടത്. നിങ്ങളുടെ കൊടിക്കുന്നിൽ സുരേഷും നിങ്ങളുടെ ഫണ്ണി ജോസഫും നിങ്ങളുടെ ടീംസൊക്കെ പറയുന്നത് കേട്ടു. ഈ ഒരു കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കേണ്ടത് പിണറായി വിജയൻ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം ഞാനിവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിനുള്ള മറുപടി ഏതെങ്കിലും മൂത്ത കുഞ്ഞുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തരണേ. കമൻറ്റ് ബോക്സിൽ വന്ന് ഈ മുഖമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് കിടന്ന് എന്തെങ്കിലും മെഴുകാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും ഉതകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കണം എന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിച്ചാൽ പോരല്ലോ, അത് ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ എന്നാണ് നമ്മുടെ കെ മുരളീധരൻ പറയുന്നത്. അപ്പോൾ അയാൾക്കും അറിയാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല, വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമായിട്ട് ഇതും പോകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ പണി നിർത്തി വേറെ വല്ല പണിക്കും പോക്കൂടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ്താവനയുമായിട്ട് വരാതിരുന്നൂടെ? ഇപ്പം എന്തായാലും നാണം കെട്ടത് DYFIയോ പിണറായി വിജയനോ ഒന്നും അല്ല. ഈ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ, VD സതീശൻ അടക്കമുള്ള ഈ ഒരു നേതാക്കന്മാർ തന്നെയാണ് ചമ്മി നാറിയിരിക്കുന്നത്. അതാര് കാരണമാണ്? ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് പലരും വിളിച്ച് കളിയാക്കുന്ന കെ മുരളീധരൻ കാരണമാണ്. വല്ലാത്ത അവസ്ഥ തന്നെയാണല്ലേ.